കൃത്യം 10 വർഷം മുമ്പ് 2016 മാർച്ച് 6-ാം തീയതി ഇതുപോലൊരു 10-ാം ക്ലാസ്സിൻ്റെ പരീക്ഷാച്ചൂടിൽ മകൾ ശ്രീലക്ഷ്മി നിൽക്കെയാണ് കലാഭവൻ മണി മരണത്തിനു കീഴടങ്ങുന്നത്. ഇപ്പോഴിതാ അച്ഛൻ്റെ വേർപാടിന് 10 വർഷം തികഞ്ഞിരിക്കവേ അച്ഛൻ്റെ സ്വപ്നം പൂർത്തീകരിച്ച് അച്ഛനു നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ് ആ മകൾ. ഏതൊരു സാധാരണക്കാരനെയും പോലെ മകളെ ഡോക്ടറാക്കണമെന്നും പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്ന നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഡോക്ടറായി മകളെ മാറ്റണമെന്നതുമായിരുന്നു മണിയുടെ ആഗ്രഹം. എന്നാൽ ആ സ്വപ്നം പൂവണിയുന്നത് കാണും മുന്നേ മരണത്തിലേക്ക് അദ്ദേഹം പോയപ്പോൾ വെറും 15 വയസ്സ് മാത്രമായിരുന്നു അവളുടെ പ്രായം. അന്ന് 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്ന മകളെ ആകെ ഉലച്ചുകളഞ്ഞു അച്ഛൻ്റെ അപ്രതീക്ഷിത വേർപാട്. അതിനിടയിലായിരുന്നു അവൾ പഠിച്ചതും പരീക്ഷ എഴുതിയതുമെല്ലാം. എന്നിട്ടും 5 A+ഉം ഒരു B+ അടക്കം നേടി മികച്ച നിലയിൽ തന്നെ 10-ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കിയ ശ്രീലക്ഷ്മി ഇപ്പോഴിതാ 10 വർഷങ്ങൾക്കിപ്പുറം ഒരു ഡോക്ടറായി മാറിയിരിക്കുകയാണ്. MBBS കഴിഞ്ഞുള്ള പ്രാക്ടീസിലാണ് ഇപ്പോൾ താരപുത്രി ഉള്ളത്. ചെറിയച്ഛനായ RLV രാമകൃഷ്ണൻ തന്നെയാണ് മകളുടെ വിശേഷം ലോകത്തെ അറിയിച്ചിരിക്കുന്നതും. അച്ഛൻ്റെ മരണം നൽകിയ വേദനയിൽ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയ ശ്രീലക്ഷ്മി തുടർന്ന് +2-ന് സയൻസ് വിഷയം എടുത്തു പഠിച്ച് അവിടെയും മികച്ച മാർക്ക് വാങ്ങി. കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഒരു ഡോക്ടറാക്കണം എന്നത് തന്നെയായിരുന്നു. മകൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും സ്വന്തമായി ഒരാശുപത്രി തുടങ്ങണമെന്നും ചാലക്കുടിയിലെ പാവപ്പെട്ടവർക്ക് അവിടെ ചികിത്സ നൽകണം എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അച്ഛൻ പോയെങ്കിലും അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ തന്നെയായിരുന്നു ശ്രീലക്ഷ്മിയും അമ്മ നിമ്മിയും ഉണ്ടായിരുന്നത്. തുടർന്നാണ് അടുത്ത 2 വർഷം MBBS പ്രവേശനം നേടാൻ എൻട്രൻസ് കോച്ചിങ്ങിനും മറ്റുമായി പോയത്. പിന്നാലെ കൊറോണയും വന്നതോടെ എറണാകുളത്തെ ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBSന് അഡ്മിഷൻ നേടുകയായിരുന്നു ശ്രീലക്ഷ്മി. മകൾക്ക് പഠിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് കോളേജിന് തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെയായിരുന്നു നിമ്മിയും ശ്രീലക്ഷ്മിയും താമസിച്ചിരുന്നത്. ഇപ്പോൾ ചാലക്കുടിയിലെ വീടായ മണിക്കൂടാരത്തിൽ ഉണ്ട് മണിയുടെ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും. മണിയുടെ മരണശേഷം ചാലക്കുടിയിലെ മണിക്കൂടാരം വീട്ടിൽ നിമ്മിയും മകളും നിമ്മിയുടെ മാതാപിതാക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വല്ലപ്പോഴും അവധിക്ക് മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും എത്തി വീടും പരിസരവും വൃത്തിയാക്കിയിടും. അല്ലാത്ത പക്ഷം പൂർണ്ണമായും ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. കലാഭവൻ മണി ജീവിച്ചിരുന്ന കാലത്ത് രാവിലെ മുതൽ ആ വീട്ടിലേക്ക് സന്ദർശകരുടെ ബഹളമായിരുന്നു. സഹായം ചോദിച്ച് എത്തുന്നവരും ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെയായി 100 കണക്കിന് പേരായിരുന്നു ഓരോ ദിവസവും ഈ മണിക്കൂടാരത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ മണിയുടെ മരണശേഷം അതിനൊക്കെ അവസാനമാകുമെന്ന് കരുതിയവർക്കും തെറ്റുപറ്റുകയായിരുന്നു. മരണശേഷവും മണിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി അതിനരികെ അല്പനേരം ഇരുന്ന് അദ്ദേഹത്തിൻ്റെ കലടികൾ പതിഞ്ഞ മണ്ണിൽ കുറച്ചു നേരം ഇരുന്ന് മടങ്ങിപ്പോകുന്ന പലരുമുണ്ട്. അത്രത്തോളം സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഈ നടനോട് കാട്ടിയിരുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.